ഗുഡ് മോർണിംഗ്. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എടുക്കുന്നത് പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അതായത് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിലെ ഫിഫ്ത്ത് മൊഡ്യൂളിൽ ഇപ്പോൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു മൊഡ്യൂളാണ്. പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ നമ്മൾ ആദ്യം പഠിച്ചതെന്ന് പറഞ്ഞാൽ ഒരു ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ആയിരുന്നു, അല്ലെ? ഒരു ഒബ്ജക്റ്റിന്റെ ഫ്രണ്ട് വ്യൂ എന്താണ്, ടോപ്പ് വ്യൂ എന്താണെന്ന് നമ്മൾ പഠിച്ചു. അതിനുശേഷം എന്ത് ചെയ്തു? ഐസോമെട്രിക് പ്രൊജക്ഷനിലേക്ക് നമ്മൾ വന്നു. ഐസോമെട്രിക് പ്രൊജക്ഷൻ വന്നപ്പോൾ ഈ ഒബ്ജക്റ്റിന്റെ തന്നെ സോളിഡ് ആയിട്ട് പെർപെൻഡിക്കുലർ ആയി നമ്മൾ നോക്കി. അപ്പൊ എന്ത് സംഭവിച്ചു? ഈ ഒബ്ജക്റ്റിന്റെ ഒറ്റ വ്യൂവിൽ നിന്ന് തന്നെ അതിന്റെ ഹൈറ്റ്, വിഡ്ത്ത്, ബ്രെഡ്ത്ത് എല്ലാം നമുക്ക് കിട്ടുന്ന ഒരു രീതിയിലായിരുന്നു ഐസോമെട്രിക് പ്രൊജക്ഷൻ വരച്ചത്. ഓക്കെ, ഇപ്പൊ രണ്ട് ടൈപ്പ് പ്രൊജക്ഷൻസ് ആണ് നമ്മൾ ഇതുവരെ കണ്ടുവന്നിരിക്കുന്നത്. ഒന്ന് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ, ദാറ്റ് ഈസ് വെർട്ടിക്കൽ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയി നോക്കുന്നു, ഹൊറിസോണ്ടൽ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയി നോക്കുന്നു, അതായത് ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ. ആ രണ്ട് വ്യൂവിൽ നിന്ന് ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നതിനെ ബേസ് ചെയ്ത് രണ്ട് വ്യൂസ് ഉണ്ട്. അതാണ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. ദെൻ ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ സിംഗിൾ പ്രൊജക്ഷൻ മതി. അതായത് ഒറ്റ ഒബ്ജക്റ്റിന്റെ ഒരു വ്യൂവിൽ നിന്ന് തന്നെ നമുക്ക് ആ ഒബ്ജക്റ്റിന്റെ ലെങ്തും വിഡ്ത്തും എല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോ ഓർത്തോഗ്രാഫിക് ആയിരുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഫ്രണ്ട് വ്യൂവിൽ നിന്ന് നമുക്ക് ഇതിന്റെ ബാക്കിലേക്കുള്ള എത്ര വിഡ്ത്ത് ഉണ്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റില്ലായിരുന്നു, അല്ലേ? അതല്ലെങ്കിൽ ടോപ്പ് വ്യൂ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടോപ്പ് വ്യൂവിൽ നിന്ന് ഇതിന് എത്ര ഹൈറ്റ് ഉണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ലായിരുന്നു. ഹൈറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് വ്യൂ വേണമായിരുന്നു. അപ്പൊ രണ്ട് വ്യൂസ് ഉണ്ടെങ്കിലേ ഉള്ളൂ മിനിമം നമുക്ക് ഒരു ഒബ്ജക്റ്റ് എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോ ഞാൻ അത് എങ്ങനെയാണ് വരുന്നതെന്നൊന്നും ഇവിടെ റഫായിട്ട് നമുക്ക് വരച്ച് കാണിക്കാം. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനും ഐസോമെട്രിക് പ്രൊജക്ഷനും എല്ലാം എങ്ങനെയാണ് വരുന്നതെന്നുള്ളതൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പൊ സപ്പോസ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷന്റെ ഒരു വ്യൂ ആയിരുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒബ്ജക്റ്റിന്റെ ഫ്രണ്ട് ഒരു റെക്ടാംഗുലർ സ്ക്വയർ പ്രിസം ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫ്രണ്ട് വ്യൂ ഇങ്ങനെ വരുന്നു. ഓക്കെ, അതിന്റെ ടോപ്പ് വ്യൂ ഇങ്ങനെ വരും, ഇതുപോലെ വരും, നമുക്കറിയാം. അതേസമയം ഐസോമെട്രിക് ആയിരുന്നുണ്ടെങ്കിൽ എങ്ങനെ വരും? ഇതുപോലെ ഐസോമെട്രിക് വ്യൂ വരും. പെർസ്പെക്റ്റീവ് ഇതിൽ നിന്നെല്ലാം എന്താണ് വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ പറയാറുള്ള മറ്റൊരു പേര്, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ഇങ്ങനെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇമേജ് എന്ന് പറയാൻ പറ്റും. നമുക്ക് കുറച്ചുകൂടെ ഒബ്ജക്റ്റിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നു, അതല്ലെങ്കിൽ അതിലെ ലെങ്ത് കുറയുന്നത് എത്രയാണ് എന്ന് കൺസിഡർ ചെയ്തുകൊണ്ട് വിളിക്കുന്ന ഒബ്ജക്റ്റിന്റെ ഇമേജിനെയാണ് നമ്മൾ പെർസ്പെക്റ്റീവ് വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ എങ്ങനെ ആ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷനെ വ്യൂ ചെയ്യുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ സപ്പോസ് ഒരു ക്യാമറ എടുക്കുക, നമ്മൾ വീട്ടില് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പഴയ ഫിലിം ഇടുന്ന ക്യാമറ എടുക്കുകയാണെങ്കിൽ അതിന്റെ അകത്ത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? ക്യാമറ എടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു ഫിലിം ഉണ്ടായിരിക്കണം. നമ്മൾ വിഷ്വൽ റേസ് ആണ് ഈ ഒബ്ജക്റ്റിലേക്ക് വിടുന്നത്. അപ്പൊ ആ വിഷ്വൽ റേസ് ഉണ്ടായിരിക്കും. ദെൻ എന്തുണ്ടാവും? ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവും. അപ്പൊ ആ ഒബ്ജക്റ്റില് വിഷ്വൽ റേസ് ആ ലെൻസിലൂടെ കടന്നു വന്ന് നമ്മുടെ ഫിലിമില് തട്ടി കഴിയുമ്പോൾ ആ ഫിലിമിലാണ് നമ്മുടെ ഒബ്ജക്റ്റിന്റെ ഇമേജ് ക്രിയേറ്റ് ആവുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഫിഗർ ഉണ്ടായി വരുന്നത്. ഇൻ ദ സെയിം മാനർ നമ്മൾ പെർസ്പെക്റ്റീവ് പ്രൊജക്റ്റ് ഞാൻ പറഞ്ഞു ഇതൊരു റിയലിസ്റ്റിക് ഇമേജ് എന്നൊരു പേര് കൂടി ഉണ്ട്. അപ്പൊ കുറച്ച് എങ്ങനെയാണ് ആ ഒബ്ജക്റ്റ് അവിടെ ഇരിക്കുന്നത് എന്ന് നമുക്ക് കുറച്ചുകൂടെ വ്യക്തതയോടുകൂടി നമുക്ക് വരച്ചെടുക്കുന്നതാണ് പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഒന്നുമില്ല, നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. ഇപ്പൊ സപ്പോസ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇതിന്റെ ലെങ്തും വിഡ്ത്തും എല്ലാം ഫ്രണ്ട് വ്യൂവിൽ കറക്റ്റ് ആയിട്ട് എടുക്കുന്നു. ഐസോമെട്രിക് ആയിരുന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ ഒബ്ജക്റ്റിന്റെ ഐസോമെട്രിക് വ്യൂ ആയിരുന്നപ്പോഴത്തേക്ക് ഇതുപോലൊരു ലെങ്ത് വരച്ചു. ഐസോമെട്രിക് പ്രൊജക്ഷൻ വരച്ചപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ ഒബ്ജക്റ്റിന്റെ ലെങ്തുകൾ റെഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ലെങ്തിനെ 0.82 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 82% ഓഫ് ദ ടോട്ടൽ ലെങ്ത് ഈസ് കൺസിഡേർഡ് ടു ഡ്രോ ദ isometric projection of the object. Okay, but നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ ഇമേജ് കാണുമ്പോൾ ആക്ച്വലി ഇതേ ഹൈറ്റ് തന്നെയാണ് ഈ ഒബ്ജക്റ്റിന്റെ ഇവിടെ വരുന്നത്, അല്ലെ? ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും രണ്ടും സെയിം ഹൈറ്റാണ്. പക്ഷെ ഇതിങ്ങനെ പുറകിലേക്ക് മാറി ഇങ്ങനെ ചരിഞ്ഞൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ ഇവിടുത്തെ ഈ ഹൈറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഒരിക്കലും ഇല്ല. കാരണം ഇതൊരു റിയലിസ്റ്റിക് ആയിട്ട് ഇമേജ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് പുറകിലേക്ക് ലെങ്ത് പോകും തോറും എന്ത് സംഭവിക്കും? അതിന്റെ ലെങ്ത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലേ? ഓക്കെ,
ഈ ലെങ്തും സെയിം ആണ് ഒബ്ജക്റ്റിന്റെ. പക്ഷേ ഒരു ഐസോമെട്രിക് പ്രൊജക്ഷൻ വരച്ചപ്പോൾ നമ്മൾ അത് രണ്ടിനും ഒരുപോലെ കുറവ് വരുത്തിയെന്നുണ്ടെങ്കിൽ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ വരുത്തുമ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന ആളുടെ അടുത്തുള്ള ലെങ്ത് ട്രൂ ലെങ്തിലും കുറച്ച് കുറവും, പുറകിലേക്ക് പോകുന്തോറും ആ ലെങ്ത് ഒരുപാട് കുറയുന്നതായിട്ടും കൺസിഡർ ചെയ്യണം. എത്രത്തോളം എങ്ങനെ നിന്ന് നോക്കുന്നു എന്നതിനെയൊക്കെ ബേസ് ചെയ്ത് കറക്റ്റായിട്ട് വരയ്ക്കുന്നതിന് ഐസോമെട്രിക് പ്രൊജക്ഷൻ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടെ ഞാൻ വ്യക്തമാക്കുന്നു, നമ്മൾ വ്യൂ ചെയ്യുന്ന ആളുടെ ആംഗിള്, ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്ന പ്ലേസ്, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഇതിനെയെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് ആ ഒബ്ജക്റ്റിന്റെ ഇമേജിനെ വരക്കുന്നതിനെ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ എന്ന് വിളിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ഒരു റിയലിസ്റ്റിക് ഇമേജ് എന്നൊരു പേര് കൂടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെ വരക്കുന്നു എന്നുള്ളത് നോക്കാം. അതിനൊരു ജസ്റ്റ് ഒരു എക്സാമ്പിളോടെ ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കാം. ഈ ഐസോമെട്രിക് വരച്ച സ്ഥാനത്ത് ഇത് പെർസ്പെക്റ്റീവ് ആണ് വരക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് വലുതാക്കി വരക്കാം, നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി. ഓക്കെ, ഇവിടെ പോകുന്തോറും അതിന്റെ ലെങ്ത് റെഡ്യൂസ് ആവും. ഈ ഒരു ഷേപ്പ് ആയിരിക്കും. നമ്മൾ മുകളിൽ നിന്നാണ് നോക്കുന്നുണ്ടെങ്കിൽ ഈ താഴത്തേക്കുള്ള ലെങ്ത് മാക്സിമം, പുറകിലുള്ള 2 ലെങ്തുകളും കുറവും, ഇവിടുത്തെ ലെങ്തിലും കുറവായിരിക്കും മുകളിലും. അപ്പൊ നമ്മൾ വ്യൂ ചെയ്യുന്ന ആംഗിളിനെ ബേസ് ചെയ്ത് ആ ലെങ്തുകൾക്ക് വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ അതെന്താണെന്നുള്ളത് വ്യക്തമായിട്ട് പറയാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞുതരാം. ഒരു ട്രെയിൻ കൺസിഡർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫ്രണ്ട് ബോഗിയല്ല നമ്മൾ വരക്കുന്നത് വലുതായിട്ടാണ് വരാം. ഇത് മുകളിലേക്ക് പോകുന്തോറും അല്ലെ ബാക്കിലേക്ക് പോകുന്തോറും അത് ലെങ്ത് കുറഞ്ഞു വരും. നിങ്ങൾ വരച്ചിട്ടുള്ളതാ പഴയ റെയിൽ പാളവും ട്രെയിനും. അന്ന് പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ തന്നെയായിരുന്നു നമ്മൾ വരച്ചിരുന്നത്. ഇതിനെപ്പറ്റി അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും അന്ന് അങ്ങനെ കൃത്യമായിട്ട് ഇതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടായിരുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇതാണ് എന്താ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇത് എങ്ങനെ വരക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം അറിയുന്നത് നമുക്ക് പ്രത്യേകം പോകാം. ഇവിടെ അതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ച് ഫിഗേഴ്സ് ഞാൻ തന്നിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. ഈ ഫിഗറിൽ നിന്ന് എങ്ങനെ ഒരു ഒബ്ജക്റ്റിന്റെ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ വരക്കും എന്ന് കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ മറ്റേ ഫിഗർ ഒന്ന് മായ്ക്കുകയാണ്. ഓക്കെ, ഇതാണ് ഞാൻ നേരത്തെ ഒരു ക്യാമറയെ പറ്റി പറഞ്ഞിരുന്നു. ആ ക്യാമറയായിട്ട് റിലേറ്റ് ചെയ്ത് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒബ്ജക്റ്റ് എന്താണ്? ഞാനിവിടെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെറിയൊരു മെഴുകുതിരിയെ കളിച്ചു വെച്ചിരിക്കുന്നത്. ഒരു വെളിച്ചം, ഒരു പുതിയൊരു കാര്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു വിളക്ക് കത്തിച്ചോളാം. ഓക്കെ, ഒരു മെഴുകുതിരി നമ്മളിവിടെ കളിച്ചു വെച്ചിരിക്കുന്നത്. അതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. നമ്മൾ വ്യൂ ചെയ്യുന്നത് എവിടെയാണ്? ഇവിടെ നിന്നതാണ്. ഈ പോയിന്റിന് സ്റ്റേഷൻ പോയിന്റ് എന്ന് പറയും. വ്യൂ ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ ആ ഒബ്ജക്റ്റിനെ വ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ ഈ പർട്ടിക്കുലർ ഹൈറ്റ്, ഗ്രൗണ്ടിൽ നിന്ന് ഈ ഒരു ഹൈറ്റിൽ നിന്നിട്ടാണ് ഞാൻ ആ ഒബ്ജക്റ്റിനെ വ്യൂ ചെയ്യുന്നത്. അപ്പൊ ഇതൊരാളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ചിന്തിക്കാം? ഇതാണ് അദ്ദേഹത്തിന്റെ കണ്ണിന്റെ പൊസിഷൻ തന്നെ. ഇവിടെ നിന്നാണ് ആ ഒബ്ജക്റ്റിനെ വ്യൂ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ഒബ്ജക്റ്റായി വ്യൂ ചെയ്യുന്ന ആളായി, അല്ലെങ്കിൽ ആ വ്യൂ ചെയ്യുന്ന പോയിന്റിനെ പറയുന്ന പേര് സ്റ്റേഷൻ പോയിന്റ് എന്ന് പറയും. ഓക്കെ, ഇപ്പൊ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒബ്ജക്റ്റ് പഠിച്ചു, സ്റ്റേഷൻ പോയിന്റ് പഠിച്ചു. ഇനി ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു പ്ലെയിൻ കണ്ടോ? ആ പ്ലെയിനെ ഞാൻ ഗ്രൗണ്ട് പ്ലെയിൻ എന്ന് വിളിക്കും. ഓക്കെ, ഗ്രൗണ്ട് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് അവിടുന്ന് ഒരു പർട്ടിക്കുലർ ഹൈറ്റിലായിരിക്കും ഈ സ്റ്റേഷൻ പോയിന്റ് ഇരിക്കുന്നത്. കാരണം നമ്മൾ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ ഗ്രൗണ്ടിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഹൈറ്റിലായിരിക്കും എന്റെ കണ്ണിന്റെ വ്യൂ ഇരിക്കുന്നത്. ഓക്കെ, ആ സ്റ്റേഷൻ പോയിന്റിന് കൂടെ പാസ് ചെയ്യുന്ന ഹൊറിസോണ്ടൽ പ്ലെയിൻ അല്ലെങ്കിൽ ഗ്രൗണ്ട് പ്ലെയിന് പാരലായിട്ടിരിക്കുന്ന പ്ലെയിനെ വിളിക്കുന്ന പേരാണ് ഹോറിസൺ പ്ലെയിൻ. ഇത് എഴുതിയിട്ടുണ്ട്, ഹോറിസൺ പ്ലെയിൻ. ഹൊറിസോണ്ടൽ പ്ലെയിൻ അല്ല, ഹോറിസൺ പ്ലെയിൻ. അതിന് നമ്മൾ HP എന്ന് നൊട്ടേഷൻ കൊടുക്കും. ഗ്രൗണ്ട് പ്ലെയിന് GP എന്ന് നൊട്ടേഷൻ കൊടുക്കും. ഓക്കെ, അപ്പൊ ഹോറിസൺ പ്ലെയിൻ എന്താണ്, ഗ്രൗണ്ട് പ്ലെയിൻ എന്താണ്, സ്റ്റേഷൻ പോയിന്റ് എന്താണ്, ഒബ്ജക്റ്റ് എന്താണ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി. ഇല്ലെങ്കിൽ നമ്മള് പോസ് ചെയ്ത് റിവൈൻഡ് ചെയ്ത് നോക്കിയാൽ മതി. ഇനി ഈ സ്റ്റേഷൻ പോയിന്റിൽ കൂടെ
ഗ്രൗണ്ട് പ്ലെയിനും ഹോറിസൺ പ്ലെയിനും എല്ലാം പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്ന ഒരു പ്ലെയിൻ ഉണ്ട്. ഇതായി കാണുന്നത്. ആ പ്ലെയിൻ വിളിക്കുന്ന പേരാണ്, എഴുതിയിട്ടുണ്ട് നോക്കി, സെന്റർ പ്ലെയിൻ. സെന്റർ പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ഗ്രൗണ്ട് പ്ലെയിൻ ആൻഡ് ഹോറിസൺ പ്ലെയിൻ ആൻഡ് പിക്ചർ പ്ലെയിൻ. ഈ പിക്ചർ പ്ലെയിനും പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കുന്നത്, എല്ലാ പ്ലെയിനുകൾക്കും പെർപെൻഡിക്കുലർ ആയിട്ട്, വിച്ച് ഈസ് പാസിംഗ് ത്രൂ ദ സെന്റർ സ്റ്റേഷൻ പോയിന്റ് ഈസ് നോൺ ആസ് ദ സെന്റർ പ്ലെയിൻ. ഓക്കെ, ഇനി എന്താ മിച്ചമുള്ളത്? ഏറ്റവും പ്രധാനപ്പെട്ട പിക്ചർ പ്ലെയിൻ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം എന്ന് പറഞ്ഞാൽ പിക്ചർ പ്ലെയിൻ ആണ്. വാട്ട് ഈസ് പിക്ചർ പ്ലെയിൻ? പിക്ചർ പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്ലെയിനിലാണ് നമ്മുടെ ഈ ഒബ്ജക്റ്റ് ഡെവലപ്പ് ആവാൻ പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ക്യാമറയില് ഫിലിമിന്റെ റോള് കൈകാര്യം ചെയ്യുന്ന ആള് ഇവിടെ പിക്ചർ പ്ലെയിൻ, അല്ലെങ്കിൽ നമ്മുടെ കണ്ണിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ റെറ്റിനയുടെ റോള് കൈകാര്യം ചെയ്യുന്നതിലാണ്. അതായത് അവിടെയാണ് ഈ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇമേജിനെ ഫോം ചെയ്യാൻ പോകുന്നത്. അതിനെ പറയുന്ന പേര് പിക്ചർ പ്ലെയിൻ ഓർ PP. ഒരിക്കൽ കൂടി ഞാൻ എല്ലാം ഒന്ന് പറയാം. ഏറ്റവും താഴെ ഗ്രൗണ്ട് പ്ലെയിൻ ഉണ്ടാവും. ഗ്രൗണ്ട് പ്ലെയിനിൽ നമ്മൾ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. ആ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് നിന്ന്, അല്ലെങ്കിൽ ആ ഗ്രൗണ്ട് പ്ലെയിനിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ നമുക്ക് എന്തുണ്ടാവും? സ്റ്റേഷൻ പോയിന്റ് ഉണ്ടാവും. ആ സ്റ്റേഷൻ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ഹൊറിസോണ്ടൽ പ്ലെയിനെ നമ്മൾ ഹോറിസൺ പ്ലെയിൻ എന്നായിരിക്കും വിളിക്കുന്നത്. സെയിം ആ ഹോറിസൺ പ്ലെയിനിൽ കൂടെ സ്റ്റേഷൻ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ഹോറിസൺ പ്ലെയിനും പിക്ചർ പ്ലെയിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിനെ നമ്മൾ എന്ത് വിളിക്കും? സെന്റർ പ്ലെയിൻ എന്ന് വിളിക്കും. then പിക്ചർ പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ ദ ഒബ്ജക്ട് ആൻഡ് ദ സ്റ്റേഷൻ പോയിന്റ്. അങ്ങനെ എല്ലാ കാര്യത്തിലും പറയാൻ പറ്റില്ല. ഞാൻ ചിലയിടത്ത് അങ്ങനെ വായിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ചില ക്വസ്റ്റ്യൻസിൽ പിക്ചർ പ്ലെയിൻ ബിഹൈൻഡ് ദ സ്റ്റേഷൻ പോയിന്റ് വരാം, ഓർ ഒബ്ജക്ട് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ പിക്ചർ പ്ലെയിൻ പറയാം. അങ്ങനെ പല രീതിയിൽ വരാം. അപ്പൊ പിക്ചർ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതിലാണ് നമ്മുടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇമേജ് ഫോം ചെയ്യുന്നത്. എങ്ങനെ ഇനി ഇമേജ് ഫോം ചെയ്യുന്നു എന്നുള്ളത് ഞാൻ ഈ ഒബ്ജക്റ്റിൽ അല്ലെങ്കിൽ ഈ ഫിഗറിൽ കാണിച്ചു തരാം. നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കേണ്ട, ഇത്രയും ബുദ്ധിമുട്ടി ആണോ ഇത് വരക്കേണ്ടത്, ഇതൊന്നുമില്ല. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ ചെയ്തു തന്നൊരു മെത്തേഡ് മാത്രമാണ്. ഇനി ഇതെങ്ങനെയാണ് വരക്കേണ്ടതെന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ റഫായിട്ടൊന്ന് ഇവിടെ വരച്ച് കാണിക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അതായത് ആദ്യം ഒരു വെർട്ടിക്കൽ ലൈൻ വരക്കുക. ദെൻ 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട്, അല്ല ആദ്യം ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഇവിടെ വരച്ചേക്കുക. ഓക്കെ, ദെൻ ഇവിടുന്ന് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് ഒരു ലൈൻ വരക്കുക. അതിന്റെ ലെങ്ത് നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം, ഒരു പർട്ടിക്കുലർ ലെങ്ത്. ദെൻ ഇവിടുന്ന് വെർട്ടിക്കൽ ആയിട്ട് ഇങ്ങനെ വരച്ച് വെച്ചേക്കുക. എന്നിട്ട് ഇവിടുന്ന് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് വരക്കുക. അപ്പൊ ആദ്യത്തെ ഒരു ലൈന്, പിന്നെ ഇവിടുന്ന് ഹൊറിസോണ്ടൽ ലൈൻ വരക്കുക, ഇവിടുന്ന് 30 ഡിഗ്രി ഇങ്ങോട്ട് വരക്കുക. ഓക്കെ, ക്ലിയർ ആയത്? ദെൻ ഈ ലൈൻ ഇവിടുന്ന് ഇവിടെ വരെ നമുക്ക് കാണാൻ സാധിക്കില്ല. ഇവിടുന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടുന്ന് 30 ഡിഗ്രി ഇങ്ങോട്ട് വരക്കുക. അപ്പൊ ഇത് ഈ ലൈനിന്റെ ലെങ്തും ഈ ലൈനിന്റെ ലെങ്തും സെയിം ആയിരിക്കണം. ഓക്കെ, അപ്പൊ അതൊരു കാണാനൊരു വൃത്തിയുണ്ടാവും. അതുപോലെ ഇവിടെ വരക്കുക. ഇത് ഇതിന്റെ ഹൈറ്റിൽ തന്നെ ആയിരിക്കും. ഇതിന് ഇവിടുന്ന് 30 ഡിഗ്രി ഇങ്ങനെ വരച്ച് വെച്ചിട്ട് ഇവിടുന്ന് ലൈൻ വരക്കുക. രണ്ടോടെ ഇൻവെസ്റ്റ് ഇവിടെ വരച്ച സെയിം ലെങ്ത് എടുത്ത് നമ്മൾ ഇപ്പുറത്തേക്ക് വരക്കുക. ഓക്കെ, നമുക്ക് ഇവിടെ ഇത് കാണാൻ സാധിക്കില്ല. ദെൻ ഇനി ഇതിന്റെ മുകളിലേക്ക് ഒന്നോടെ വരച്ച് വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വരച്ച് വെക്കാം. ഓക്കെ, ഇങ്ങനെ ഏത് ഹൈറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വരച്ച് പോവാം. അപ്പൊ അത്രയേ ഉള്ളൂ. ആ 30 ഡിഗ്രി ഇൻക്ലിനേഷനിൽ വരച്ച് തുടങ്ങിയാൽ മതി. ദെൻ ഇനി നമുക്ക് ഇവിടെ എങ്ങനെ ഒബ്ജക്റ്റ് പിക്ചർ പ്ലെയിനിൽ വരുന്നു എന്നുള്ള കാര്യം ഒന്ന് നോക്കാം. ഓക്കെ, ഞാൻ വിഷ്വൽ റേസിന് വേണ്ടിയിട്ട് യെല്ലോ കളറിലെ ചോക്കാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് ഇത് കാണാൻ സാധിക്കുമെന്നറിയില്ല. അപ്പോ സ്റ്റേഷൻ പോയിന്റ് ഇതാണ്. ആ സ്റ്റേഷൻ പോയിന്റ് ഒരു പോയിന്റിൽ നിന്ന് ഈ ഒബ്ജക്റ്റിന്റെ ഇതൊരു ഫ്ലെയിം ആണ് അല്ലെ, ആ ഫ്ലെയിമിന്റെ മുകളിലെ പോർഷനിലേക്ക് ഒരു ലൈൻ ഞാൻ വരച്ചു. അതിന് വിഷ്വൽ റേ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ആ ഫ്ലെയിമിന്റെ തൊട്ട് താഴെയുള്ള പോർഷനിലേക്കും കൂടെ എനിക്ക് വരക്കണം. ഓക്കെ, ഇനി എന്താ ചെയ്യാൻ പറ്റും? ഇതിന്റെ ഏറ്റവും ബോട്ടം പോർഷനിലേക്ക് നമ്മൾ വരണം. ഇപ്പൊ 3 വിഷ്വൽ റേസ്
ആണ് എനിക്ക് ഈ ഒബ്ജക്റ്റ് വരക്കാനായിട്ട് വേണ്ടി വന്നത്. കാരണം ഇത് എന്താണ്, ഒരു ചെറിയ മെഴുകുതിരി ആയതുകൊണ്ടാണ് 3 ഇപ്പൊ ഒരു സ്ക്വയർ ബ്ലോക്കോ അല്ലെങ്കിൽ ഒരു പ്രിസമോ പിരമിഡോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാ കോർണറിലേക്കും നമ്മൾ വിഷ്വലൈസ് കൊടുക്കേണ്ടി വരും. അത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആവും. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി എന്താ ചെയ്യണ്ടേ സാർ, ഈ പിക്ചർ പ്ലെയിനിൽ നമ്മൾ ഒബ്ജക്റ്റിലേക്ക് പാസ് ചെയ്യുന്ന വിഷ്വൽ റേസ് ഇന്റർസെക്ട് ചെയ്തിട്ടുണ്ട്. ആ പോയിന്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ ഒബ്ജക്റ്റിനെ കിട്ടും. അപ്പോ ഇത് ഫ്ലെയിമിന്റെ ഏറ്റവും ടോപ്പിൽ ഇന്റർസെക്ട് ചെയ്ത ലൈനാണ്, ഇത് അതിന്റെ ബോട്ടോ. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഫ്ലെയിം അല്ലെ. ഒബ്ജക്റ്റിന് ഏത് വരും, ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്, നമ്മുടെ ഒബ്ജക്റ്റ് എന്ന് വിളിക്കുന്നത്. അതായത് പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ ഓഫ് ദ ഒബ്ജക്റ്റ്. ക്ലിയർ? അപ്പൊ അതിനായിട്ട് പോകുന്നത് വിഷ്വൽ റേസ് ആണ് ഇവിടെ യൂസ് ചെയ്ത്. വിഷ്വൽ റേസ് പോകുന്നത് സ്റ്റേഷൻ പോയിന്റിൽ നിന്നായിരിക്കും. ഓക്കെ, ഇനി ഈ ഒബ്ജക്റ്റ് എങ്ങനെ നമുക്കൊരു എക്സാമിന് വരക്കാം എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി മാത്രം വരച്ച ഒരു ഓപ്ഷനാണ്. ഇത് എങ്ങനെ എക്സാമിന് നമുക്ക് വരുമ്പോഴത്തേക്ക് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കാര്യങ്ങളൊന്നും വരക്കേണ്ട കാര്യമില്ല. ഞാൻ അതിനുവേണ്ടി ഈ പേരുകളെല്ലാം ഇവിടെ ഹോറിസൺ പ്ലെയിൻ എന്ന രീതിയിൽ HP, സ്റ്റേഷൻ പോയിന്റ് SP അങ്ങനെ ചെറുതാക്കി എഴുതുകയാണ്. അതിനുശേഷം എനിക്ക് ഈ ബാക്കി പ്ലേസിൽ ഈ ഒബ്ജക്റ്റ് എങ്ങനെ വരക്കുന്നു എന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കും. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഇടുന്നതായിരിക്കും. എനിക്ക് തോന്നുന്നു അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ. ഒരു പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാനോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ വരാം. അപ്പൊ നിങ്ങൾ ഈ പേരുകളൊക്കെ ഒന്ന് ഫെമിലറൈസ് ചെയ്ത് വെക്കുക. ഗ്രൗണ്ട് പ്ലെയിൻ, ഹോറിസൺ പ്ലെയിൻ, പിക്ചർ പ്ലെയിൻ, സെന്റർ പ്ലെയിൻ, ഒബ്ജക്റ്റ്, സ്റ്റേഷൻ പോയിന്റ്. ക്ലിയർ? ഡോക്ടറിന് ഒന്നുകൂടെ ഒന്ന് കണ്ടു നോക്കാം. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇപ്പോൾ ഇട്ട് തരാം. എന്നിട്ട് ഇതേ ഫിഗറിൽ ആ ക്വസ്റ്റ്യൻ വെച്ച് വർക്ക്ഔട്ട് ചെയ്യും. അല്ലെങ്കിൽ രണ്ടുകൂടെ ആകുമ്പോഴത്തേക്ക് എനിക്ക് എന്തായാലും സമയം കഴിയില്ല. ഓക്കെ, താങ്ക്സ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.